അങ്ങനെ നമ്മൾ കാത്തുകാത്തിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി തുടങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ പറയട്ടോ. കേരളത്തിലെ പാചകവാതക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാവുകയാണ്. 9,000 മെട്രിക് ടൺ പാചകവാതകവുമായി അപ്പോളോ ഓഷൻ എന്ന കപ്പൽ കൊച്ചി തീരത്ത് എത്തിയിരിക്കുകയാണ്. ഉദയംപേരൂർ, പാലക്കാട്, ചേലാരി ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്കൊക്കെ പൈപ്പ് വഴി പാചകവാതകം എത്തിക്കും. അപ്പോൾ ഈ ഗുഡ് ഈവനിങ് കേരളം തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും ഗുഡായിട്ടുള്ള നല്ല വാർത്ത പറഞ്ഞുകൊണ്ട് തുടങ്ങാനാകുന്നു എന്നുള്ളതാണ്. എല്ലാ മലയാളികൾക്കും സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കൊച്ചി തീരത്ത് അപ്പോളോ ഓഷൻ എന്ന കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. LPG-യുമായി കൊച്ചി തീരത്തെത്തിയ കപ്പലാണ്. ഹോർമൂസ് കടലിടുക്ക് താണ്ടി വന്ന ശിവാലിക്കിലുള്ള LPG മുന്ദ്ര പോർട്ടിൽ നിന്ന് കൊച്ചി തീരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. 9,000 മെട്രിക് ടൺ പാചകവാതകമാണ് ഇപ്പോൾ കൊച്ചി തീരത്തെത്തിച്ചിരിക്കുന്നത്. കേരളം നേരിടുന്ന താൽക്കാലിക പാചകവാതക പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ള ഈ പാചകവാതകം കേരളത്തിലെ 3 പ്ലാന്റിലേക്കാണ് പോകുന്നത്. ഉദയംപേരൂർ, അതോടൊപ്പം തന്നെ പാലക്കാട്, ചേളാരി, ഈ 3 സ്ഥലങ്ങളിലുള്ള ബോട്ട്ലിംഗ് പ്ലാന്റിലേക്കാണ് ഇവിടെ നിന്ന് പാചകവാതകം പൈപ്പ് ലൈൻ വഴി കൊണ്ടുപോകുന്നത്. അതുവഴി കേരളത്തിൻ്റെ ഈ എല്ലാ ഭാഗങ്ങളിലേക്കും പാചകവാതകം എത്തിക്കാൻ കഴിയും. അത് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും. 10 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ കഴിയും ഈ പാചകവാതകം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇവിടെ 14,000 മെട്രിക് ടണ്ണിൻ്റെ 3 കപ്പലുകൾ അടുക്കാറുണ്ട് ഓരോ മാസവും. അതാണ് കേരളത്തിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ്. അത്രയും ഡിമാൻഡ് കേരളത്തിന് ഉണ്ട്. പക്ഷേ ഈ പ്രതിസന്ധി കാലത്ത് 9,000 മെട്രിക് ടണ്ണേ വന്നുള്ളൂ എന്നത് അതൊരു കുറവല്ല. പക്ഷേ നമ്മളുടെ ഒരു ആശ്വാസമാകുന്ന കാര്യം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. ഈ കപ്പലെന്ന് പറയുമ്പോൾ 230 മീറ്റർ നീളമുണ്ട്, 36 മീറ്റർ വീതിയാണ്. ഈ കപ്പൽ വിയറ്റ്നാം പതാക വഹിക്കുന്ന കപ്പലാണ്. ആ കപ്പലിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് പാചകവാതകം എത്തിച്ചിരിക്കുന്നത്. സംസാര ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഷിപ്പിംഗ് ഏജൻസിയാണ് ഇവിടെ ഇപ്പോൾ ഈ പാചകവാതകം എത്തിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ കപ്പലുകൾ പാചകവാതകവുമായി കേരള തീരത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിഖിൽ ജോസഫിനൊപ്പം SL ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.